ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ തമിഴ് സിനിമ, തമിഴ് സീരിയൽ എങ്ങനെയാണ് ചേച്ചി അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിലോട്ട് തീരെ പരിചിതമല്ലാത്തൊരു ഇൻഡസ്ട്രിയിലോട്ട് എൻട്രി എങ്ങനെയായിരുന്നു ചേച്ചി? ഞാൻ സിനിമയാണ് ആദ്യം ചെയ്യുന്നത് ആ അല്ലേ? സിനിമ ചെയ്തു. നമ്മുടെ വിജയുടെ കൂടെ, കീർത്തി സുരേഷ് വിജയുടെ കൂടെ ഭൈരവ ചെയ്തു. ഭൈരവ. പിന്നെ നമ്മുടെ കട്ടപ്പനയിലെ ഋത്തിക് റോഷന്റെ തന്നെ തമിഴ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഉമയായിട്ട് തന്നെ. അതൊക്കെ ഇത് ഉമയായിട്ട് തന്നെ. മനോബാല സാറ് മരിച്ചുപോയി. സാറ് ഡയറക്ടർ കം ആക്ടറും കൂടിയായിരുന്നു. അപ്പോൾ സാറിൻ്റെ കൂടെ ആ ഒരു സിനിമ ചെയ്തു. പിന്നെ ഇപ്പം ഈ അടുത്ത കാലത്ത് ബമ്പർ എന്ന് പറഞ്ഞിട്ട് അത് അത്യാവശ്യം നല്ല പേര് കേട്ട ഒരു ലോട്ടറി ടിക്കറ്റിന്റെ ഒരു കഥയായിരുന്നു. അത് ഹരീഷ് പേരടിയുടെ വൈഫായിട്ട് അത് ചെയ്തു. പിന്നെ സീരിയല് ഞാൻ നമ്മുടെ ചിപ്പിയുടെയും രഞ്ജിത്തിൻ്റെയും വാനമ്പാടി എന്ന് പറഞ്ഞിട്ടൊരു മലയാളം സീരിയൽ ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ. അപ്പോൾ അവരുടെ തന്നെ ഈ മൗനരാഗം എന്ന് പറഞ്ഞ അതേ സീരിയല് തമിഴ് വിജയ് ടി വിക്ക് വേണ്ടി ചെയ്തു. അത് സൂപ്പർ ഹിറ്റ് സീരിയലായിരുന്നു. അപ്പോൾ ആ സീരിയലിലെ ഈ സെയിം കഥാപാത്രം തന്നെ ഞാൻ അവർ പറഞ്ഞു ഞാൻ തന്നെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു. അങ്ങനെ തമിഴിൽ എനിക്ക് നല്ലൊരു നല്ല സ്ട്രോങ് എൻട്രിയാണ്. കാരണം അവിടെ ചെല്ലുമ്പോഴും പലപ്പോഴും റോഡിലൂടെ പോകുമ്പോൾ ഈ ആൾക്കാർ പെട്ടെന്ന് തന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് സ്വർണ്ണാത്ത അങ്ങനെ പറയും. അപ്പോൾ അത്രയ്ക്കും നമുക്ക് തകർത്താടാൻ പറ്റിയ കഥാപാത്രമാണ് നമുക്ക് അവിടെ കിട്ടിയത്. അത് എനിക്ക് തോന്നുന്നു ആ സീരിയൽ ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ തമിഴിൽ ഭയങ്കര സൂപ്പർ ഹിറ്റ്. അപ്പൊ നമ്മുടെ കഥാപാത്രത്തെ വേറൊരു സ്ഥലത്തിലെ ആൾക്കാർ നെഞ്ചിലേറ്റുന്നോണ്ടാണല്ലോ അങ്ങനെ കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞു വരുന്നതും അടുത്ത ഒരു ഇതിലേക്ക് വരും. എനിക്ക് തോന്നുന്നു തമിഴ് സിനിമയിലെ ഒരു കഥയുണ്ടല്ലോ, വെളുത്തുള്ളി കഥ. എന്താ അത്? അത് ചേരൻ സാറിന്റെ തിരുമണം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ അപ്പൊ എനിക്ക് ഭാഷ പ്രശ്നമാണല്ലോ, നമുക്ക് ഭാഷ അറിയില്ല, പ്രോംപ്റ്റിംഗ് ഇല്ല. അപ്പോൾ പ്രോംപ്റ്റിംഗ് ഇല്ല. അപ്പോൾ സാറ് പറഞ്ഞു പ്രോംപ്റ്റിംഗ് ഇല്ല, അതുകൊണ്ട് നമ്മൾ അതൊന്ന് എഴുതി പഠിക്കണം. അപ്പൊ ഞാൻ മലയാളത്തിൽ തമിഴ് ഡയലോഗ് മലയാളത്തിൽ എഴുതി അതങ്ങ് എടുത്തു. അപ്പോൾ തമ്പിരാമയ്യ എന്ന് പറഞ്ഞ സാറാണ് എൻ്റെ ബ്രദറായിട്ട് അഭിനയിക്കണേ. സാറിൻ്റെ മോനാണ് അതിനകത്തുണ്ടായിരുന്നു ഉമാപതിയാണ് അർജുൻ, നമ്മുടെ ആക്ടർ അർജുൻ സാറിന്റെ മോളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഉമാപതി ഉണ്ട്, തമ്പുരാമയ്യ സാറും ഉണ്ട്. അപ്പം ഞാനിങ്ങനെ കേട്ടു ഈ ഒരു വെളുത്തുള്ളി പൊളിച്ചു പറയുന്ന ഒരു ഡയലോഗ്സും ഒരു ട്രോളി ഷോട്ടും സാറും എല്ലാവരും കൂടെ ബ്രദറും ഹീറോയും ഒക്കെ കൂടെ ഉള്ള സീനാണ്. അപ്പോൾ സാറിങ്ങനെ ആരോട് ചോദിക്കുന്ന കേട്ടു, ആർട്ടിലുള്ള ആരോട്, എടാ വെള്ളപ്പൂണ്ട് ഇരിക്കാ നിങ്ങളുടെ ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് വെള്ളപ്പൂണ്ട് എന്നാന്ന് അറിയത്തില്ല. അപ്പോൾ ഇല്ല സാർ കൊഞ്ചം ഇരുന്നത് അതാ കൊടുത്തതെന്ന് പറഞ്ഞു. ഇല്ല 2 കിലോ വാങ്ങി വെക്ക്, അങ്ങനെ വാങ്ങി വെക്ക് എന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു എതുക്ക് എന്ന് പറഞ്ഞു. വേണ്ടി വരും എന്ന് പറഞ്ഞു. അത് മലയാളത്തിൽ ഞാൻ പറയാം, വേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. അപ്പം എന്നെയാണ് ഇവരാക്കണേന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഇല്ലില്ല. അപ്പം മടിയിൽ വെളുത്തുള്ളി ഇരിക്കുന്നുണ്ട്, ഈ വെള്ളപ്പൂണ്ട് എന്നാന്ന് എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഈ വെളുത്തുള്ളി പൊളിച്ച് അവരോട് പറഞ്ഞ് കരഞ്ഞ് വീണ്ടും വെളുത്തുള്ളി പൊളിച്ച് ഈ ഒരു സാധനത്തിൽ വരുമ്പോൾ മിക്കവാറും ഒരുപാട് ടേക്ക് പോകേണ്ടി വരും. അങ്ങനെ പോകേണ്ടി വന്നാൽ വെളുത്തുള്ളി തീരും, അതുകൊണ്ട് മേടിച്ച് വാങ്ങി വെച്ചോളാനാണ് പറഞ്ഞത്. പക്ഷേ സകല ദൈവങ്ങളെയും വിളിച്ച് അച്ഛനമ്മയൊക്കെ വിളിച്ചിട്ട് തന്നെ ഞാൻ ആ സീൻ ചെയ്തത്. അത് ഭയങ്കര സീനെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്നാലും ഓൾ ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയി. അത് കഴിഞ്ഞപ്പോൾ സാർ ഇങ്ങനെ പറഞ്ഞു, ലാംഗ്വേജ് தெரிஞ்சிருந்தாൽ വടപളനി ടെമ്പിളിന്റെ കുളം ഒഴിച്ചെല്ലാം വാങ്ങിടുമെന്ന്. അത് പുള്ളി ജോക്കാണ് പറയുന്നത്. അപ്പോൾ ലാംഗ്വേജ് தெரிஞ்சிருந்தாൽ അങ്ങനെ ചെയ്യുമെന്ന്. പക്ഷേ ഈ നമുക്ക് 41 വർഷത്തെ യാത്രയിലും പൊന്നി, അതുപോലെ തന്നെ നമ്മുടെ ഈ അഭിനയ ജീവിതത്തിലും എവിടേക്കോ എന്നെ ഒരു നിർഭാഗ്യം, ഒരു സാധനം ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതെനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. കാരണം ക്രോണിക് ബാച്ചിലർ സിനിമ കഴിഞ്ഞപ്പം സിദ്ദിഖ് സാർ എന്നോട് പറഞ്ഞു, സീമ ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല, അത്രയ്ക്കും ശക്തമായ കഥാപാത്രങ്ങൾ സീമയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനൊരു 2-3 വർഷത്തോളം എനിക്ക് ഒരു റോളും കിട്ടിയിട്ടില്ല ക്രോണിക് ബാച്ചിലർ കഴിഞ്ഞിട്ട്. ഞാൻ ചെയ്തിട്ടേ ഇല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഭൈരവ ചെയ്തു. ഭൈരവ ചെയ്യുമ്പോഴും ഭരതൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡയറക്ടർ സാറായിരുന്നു. സാറ് പറഞ്ഞു, അമ്മ നമ്മൾ ഭയങ്കര നല്ല ആർട്ടിസ്റ്റാന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞു ചരൺ സാറിൻ്റെ തിരുമണം വന്നത്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയോ അത് ചിലപ്പം നമുക്കൊരു നല്ല ഗോഡ് ഫാദർ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ ആളില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ശക്തമായിട്ട് റെക്കമെൻഡ് ചെയ്യാനുള്ള ആളില്ലാത്തത് കൊണ്ടോ ആകാം. അല്ലെങ്കിൽ ഇപ്പം എല്ലാവരും എന്നോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എത്രയോ കഴിവുണ്ട്, എന്നിട്ട് പോലും അതപ്പം എവിടെയോ എന്തോ കിടന്ന് ഒന്ന് കളിക്കുന്നുണ്ട്.